ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സുധിക്ക് ജോലി ഇല്ലാതിരുന്ന സമയത്ത് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നത് ഒരു കാർ ഷോറൂമിലാണല്ലേ. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി ആ ജോലി ഉപേക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കള്ളത്തരവും കൂടി സുധി കാണിക്കുകയാണല്ലോ. അതായത് വീട്ടിൽ നിന്ന് ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർക്കിൽ പോയിരിക്കുകയും അവിടെ വെച്ച് മറ്റൊരു സുഹൃത്തിനെ കണ്ടെത്തുകയും അദ്ദേഹമായിട്ട് ദിവസവും അവിടെ വെച്ച് ചിലവഴിക്കുകയും മാത്രമല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പാർക്കിൽ കളിക്കുക, ഇതെല്ലാം തന്നെയാണല്ലോ സുധി ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം നമ്മുടെ സച്ചിയാണ് സുധിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു സമയത്ത് വീട്ടിൽ വന്ന് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്തിന് ശ്രുതി വരെ വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. അപ്പൊ അതിനുശേഷം സുധി പലയിടങ്ങളിൽ ജോലി അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജോലി ലഭിക്കാത്തതുകൊണ്ട് തന്നെ സുധി അതിനൊന്നും തന്നെ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സച്ചി സുധിയെ കാണുന്ന സമയത്തെല്ലാം തന്നെ ജോലിക്ക് പോകാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലേ. അതെല്ലാം തന്നെ സുധിനേക്കാൾ അധികം ശ്രുതിയാണ് വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട് ഏത് വിധേനയും സുധി ജോലി കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സമ്മർദ്ദം ചെലുത്തുകയാണ്. അവസാനം ഒരു ജോലിക്ക് പോകാനായിട്ട് നമ്മുടെ ശ്രുതി ഒരുങ്ങുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും ശ്രുതി ജോലിക്ക് പോയിട്ട് ഈ ജോലിയും കൊണ്ടല്ലാതെ തിരികെ വരാൻ പാടില്ല, ജോലി കിട്ടിയെന്ന സന്തോഷ വാർത്തയും കൊണ്ട് വേണം ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട്, ഇല്ലെന്നാണെങ്കിൽ ശ്രുതി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നൊക്കെ ശ്രുതി പറയുകയാണല്ലേ. അങ്ങനെ നമ്മുടെ ശ്രുതി ജോലി അന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നതിന് ശേഷം ജോലിയൊന്നും തനിക്ക് ഇഷ്ടപ്പെട്ട രീതിക്കുള്ള ജോലി കിട്ടുന്നില്ല. എന്നാൽ തനിക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടുമ്പോൾ ശ്രുതി തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നവരെ പഠിപ്പിച്ചും വിടുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജോലിയും ശ്രുതിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോലിയൊന്നും കിട്ടാതെ ആകെ സങ്കടത്തിൽ ഇങ്ങനെ വരുവാണ്. ഈ ഒരു സമയത്താണല്ലേ നമ്മുടെ ശ്രുതി ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു ബോർഡ് ഹോട്ടലിന്റെ മുന്നിൽ കാണുന്നത്. ആ ഒരു സമയത്ത് ശ്രുതി ചിന്തിക്കുന്നുണ്ട് എന്തായാലും ജോലി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ശ്രുതി വീട്ടിൽ കയറ്റുകയില്ല. അത് മാത്രമല്ല സച്ചിയുടെ മുന്നിൽ തനിക്ക് തല ഉയർത്തി നിൽക്കണമെങ്കിലും ഒരു ജോലി അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രുതി ആ ഹോട്ടലിൽ ജോലിക്ക് നിൽക്കുകയാണല്ലേ. എന്നാൽ ശ്രുതി അവിടെ ചെല്ലുന്ന സമയത്ത് വലിയ പഠിപ്പുള്ളവരൊന്നും അവിടെ ജോലിക്ക് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വെറും 10ാം ക്ലാസ്സുകാരനാണ് എന്ന് പറഞ്ഞിട്ടാണ് ജോലിക്ക് കയറുന്നത്. ഇതിനിടയിൽ ചന്ദ്രയും പാമയൊക്കെ ഹോട്ടലിലേക്ക് വരുന്നുണ്ടെങ്കിലും അവരിൽ നിന്നെല്ലാം തന്നെ ശ്രുതി രക്ഷപ്പെട്ടു പോവുകയാണല്ലേ. അതുമാത്രമല്ല ശ്രുതിയുടെ സംസാരത്തിൽ നിന്ന് ശ്രുതിക്ക് ഒരു സംശയം തോന്നി. ശ്രുതി എന്ത് ജോലിക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതി രക്ഷപ്പെട്ടു പോകുന്നുമുണ്ട്. അപ്പൊ ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആരുടെ മുന്നിൽ തല കുനിക്കാത്തൊരു സ്വഭാവം. അതിപ്പോ ഓണർ ആണെങ്കിലും ശരി, തന്നെ അത് ഭരിക്കാൻ നോക്കിയാലും ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ ഒരു പ്രത്യേക തരം നേച്ചറാണല്ലോ നമ്മുടെ ശ്രുതിയുടേത്. എന്താണെങ്കിലും ഈ ഒരു ജോലിക്ക് ശ്രുതി കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയുടെ അടുത്ത് പോകുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓരോ ഓർഡറുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. ആ ഒരു സമയത്താണ് മറ്റൊരു സഹപ്രവർത്തനം വന്നിട്ട് പറയാണ് ശ്രുതി ഇതാ ടേബിളിലേക്കൊന്നും വെക്കാം, എനിക്ക് ഭയങ്കര തലവേദന, ഞാനാകെ ടയേർഡാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ ശ്രുതി സമ്മതിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം കേണ് പറയുകയാണ് ശ്രുതിനോട് എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യും ശ്രുതി, എനിക്ക് പറ്റില്ല എന്നിട്ട് ഇപ്പൊ പറയുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓർഡർ ചെയ്തിരിക്കുന്ന ഡൈനിങ് ടേബിൾ എടുത്തേക്ക് കറി കൊണ്ടേ വെക്കാൻ തുടങ്ങുന്ന സമയത്ത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് വഴുതി ഇത് കസ്റ്റമറുടെ ദേഹത്തേക്ക് വീഴുവാണ്. ഈ ഒരു സമയത്ത് കസ്റ്റമർ ചാടി കഴിഞ്ഞിട്ട് ശ്രുതിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ എന്ത് പണിയാണ് കാണിച്ചത്, നിനക്ക് മാനേഴ്സ് ഇല്ല, ഇങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സാറേ എനിക്ക് അറിയാതെ പറ്റിയതാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. എന്നാൽ വളരെ മോശമായ രീതിക്ക് തന്നെ ഇദ്ദേഹം ശ്രുതിയോട്ട് പെരുമാറുകയാണ്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് വിചാരിച്ച് താൻ എന്നോട് ദേഷ്യപ്പെടുന്നത്, എന്റെ നിലയും പഠിപ്പും എന്താണെന്ന് തനിക്ക് അറിയില്ല, തന്നെക്കാലൊക്കെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള എന്നോടാണ് ഇമാതിരി സംസാരിക്കുന്നതിനൊക്കെ നമ്മൾ ശ്രുതി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടയുടെ ഓണർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അദ്ദേഹം ശ്രുതിയുടെ പെരുമാറ്റത്തിൽ അതുപോലെ മേത്തേക്ക് കറി വീണതിലും എല്ലാം തന്നെ ഈ കസ്റ്റമറിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല വേറെ ഒരെണ്ണം ഓർഡർ ചെയ്ത് തരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഭക്ഷണവും വേണ്ട ഒന്നും വേണ്ട, ഇതുപോലത്തെ ജോലിക്കാരൻ ഇവിടെ ജോലിക്ക് വെക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹോട്ടൽ വലിയ താമസം ഇല്ലാതെ തന്നെ പൂട്ടും, ഞാനും ഉണ്ടാവും മുൻപന്തിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കസ്റ്റമർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്കും ശ്രുതിയോടായിട്ട് ഓണർ പറഞ്ഞു നീ എന്ത് പണിയാ കാണിച്ചത്, നീ അദ്ദേഹത്തോട് സോറി പറഞ്ഞില്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനോ സോറി പറയാനോ, ഞാൻ അങ്ങനെ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹം എന്നോട് പെരുമാറിയത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഹോട്ടലാകുമ്പോൾ പല സ്വഭാവക്കാരെല്ലാവരും തന്നെ ഇവിടെ വരും, അവരോടെല്ലാം തന്നെ ഒരേ രീതിയിൽ തന്നെ പെരുമാറാൻ നിനക്ക് കഴിയില്ല എന്നാണ് നീ ജോലി രാജിവെച്ച് പോയിക്കോളം പറയട്ടോ. വേഗം തന്നെ ശ്രുതി പറയുകയാണ് ആർക്ക് വേണമല്ലെങ്കിൽ തന്റെ ജോലി എനിക്കൊന്നും വേണ്ട, താനൊന്ന് പോടോ എന്ന് പറയുമ്പോഴത്തേക്കും എടാ ശ്രുതി എന്ന് വിളിക്കാൻ കേട്ടോ. വേഗം തന്നെ താനൊന്ന് പോടോ, തന്റെ ജോലി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ജോലി ഉപേക്ഷിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നതിന് ശേഷം തനിക്ക് ഈ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം ശ്രുതിയോട് പറയുന്ന സമയത്ത് ശ്രുതി ഒരുപാട് ശ്രുതിനെ വഴക്ക് പറയുന്നുണ്ട്. ഒരു ജോലിക്ക് പോലും ശ്രുതി ഉറച്ചു നിൽക്കില്ല, ഏതെങ്കിലും ഒരു ജോലിക്ക് ശ്രുതി മര്യാദയ്ക്ക് പോയിട്ടുണ്ട്, ശ്രുതി ഭയങ്കര മടിയനാണ് എന്ന രീതിക്കൊക്കെ ശ്രുതി സംസാരിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് അത് സഹിക്കാനാവുന്നില്ല. കാരണം ശ്രുതി വലിയ കുഴപ്പമുണ്ടാക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത്. എന്നാൽ സംഭവിക്കുന്ന നേരം മറിച്ചാണ്ട് ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ പിണങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് നേരം പുലരുന്ന സമയത്ത് ശ്രുതി പറയുകയാണ് ജോലിക്ക് പോയി എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ എന്ത് ജോലിക്കാ പോയി നിനക്കറിയാമോ, നിനക്ക് വേണ്ടിയിട്ട് നിനക്ക് വാക്ക് തന്നതിന്റെ പേര് ഞാൻ ഹോട്ടലിലെ വെയിറ്റർ ആയിട്ടാണ്
ജോലി ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവാൻ കേട്ടോ. വേഗം തന്നെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ശ്രുതി ജോലിക്ക് പോകണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ, അല്ലാതെ വെയിറ്ററിന് ജോലിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുന്ന സമയത്ത്, ഒരു ജോലി ഇല്ലാതെ ഇങ്ങോട്ട് വരുന്നല്ലേ നീ പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജോലിക്ക് പോയത്. എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടും ഇത്രയധികം ക്വാളിഫിക്കേഷൻ ഉള്ള ഞാൻ അവരൊക്കെ ജോലി ചെയ്യാൻ പോയെങ്കിൽ നിന്നോടുള്ള സ്നേഹവും അതിലുപരി നിനക്ക് തന്ന വാക്കും കാരണമാണ്. എന്നിട്ട് നീ എന്നെ മടിയനെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ നമ്മുടെ ശ്രുതി പറയുന്ന സമയത്ത് എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് സോറി ശ്രുതി, നീ ഈ ജോലിക്ക് പോയിന്ന് നേരത്തെ അറിഞ്ഞെങ്കിൽ നിന്നെ ഞാൻ ഈ ജോലിക്ക് വിടില്ലായിരുന്നു എന്നൊക്കെ ശ്രുതി പറയുകയാണ് കേട്ടോ. അവസാനം താൻ എവിടെയാണ് പോയതെന്നും എന്ത് ജോലിക്കാണ് പോയതെന്നുമുള്ള എല്ലാ സത്യങ്ങളും ശ്രുതി തന്നെയാണ് കേട്ടോ തുറന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.